ശ്രീമദ് ഭാഗവതം ക്ലാസ് 331 നമ്മൾ സ്കന്ധം 12 8-ാമത്തെ അധ്യായം നോക്കുകയാണ്. ഇത് മാർക്കണ്ഡേയ മുനിയുടെ നാരായണ സ്തുതിയാണ്. ഇവിടെ മാർക്കണ്ഡേയ മുനിയിലൂടെ പ്രളയം നടക്കുമ്പോൾ, പ്രളയം പലതരത്തിലുണ്ട്. അവസാനത്തെ പ്രളയമല്ല. അവസാനത്തെ പ്രളയം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഒന്നടക്കം ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നതാണ്. ഓരോ മന്വന്തരങ്ങളും കഴിയുമ്പോൾ ഓരോ പ്രളയമുണ്ട്. ആ പ്രളയം കഴിയുമ്പോൾ കുറച്ച് മനുഷ്യർ രക്ഷപ്പെടും. ആ രക്ഷപ്പെടുന്ന കഥയാണ് മാർക്കണ്ഡേയൻ എന്നൊരാളുടെ ഒരാളെ വെച്ചുകൊണ്ട് ഇവിടെ പറയുന്നത്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ ശൗനകൻ പറയുകയാണ്, ഹേ സൂത, അങ്ങ് കരയില്ലാത്ത സംസാരമാകുന്ന സാഗരത്തിൽ ഒരു കരയില്ലാതെ നട്ടം തിരിയുന്ന മനുഷ്യർക്ക് കര കാണിക്കുന്നവനാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഏതൊരു പ്രളയത്തിൽ രണ്ടിൽ ലോകം വിഴുങ്ങപ്പെട്ടവോ ആ പ്രളയത്തിൽ അവശേഷിച്ച മൃഗണ്ഡപുത്രനായ ഋഷി ചിരഞ്ജീവിയാണെന്ന് പറയുന്നു. ഇതെങ്ങനെ പൊരുത്തപ്പെടും? ഇപ്പോൾ ഒരു പ്രളയം നടന്നപ്പോൾ മാർക്കണ്ഡേയൻ എന്നൊരു ഋഷി രക്ഷപ്പെട്ടിട്ടുണ്ട്. അയാൾ രക്ഷപ്പെട്ടു. പ്രളയത്തിലൂടെ എല്ലാം നശിക്കുമ്പോൾ ഒരാൾ മാത്രം രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു പൊരുത്തക്കേട് ഉണ്ട്. 3, ഭൃഗുവംശത്തിൽ ജനിച്ച ഉത്തമനായ അവൻ ഈ കൽപ്പത്തിൽ അങ്ങയുടെ കുലത്തിൽ ജനിച്ചവനാണ്. ഇതുവരെ പ്രാണികൾക്ക് പ്രാകൃതമോ നൈമിത്തികമോ ആയ പ്രളയം സംഭവിച്ചില്ല. കംപ്ലീറ്റ് നശിച്ചൊന്നും പോയിട്ടില്ല. ഇത് അങ്ങയുടെ മന്വന്തരത്തിൽ ജനിച്ച ആള് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കഥ പറയുന്ന 7-ാമത്തെ മന്വന്തരത്തിലാണ്. അപ്പോൾ ഈ മാർക്കണ്ഡേയൻ ജനിച്ചത് 7-ാമത്തെ മന്വന്തരത്തിലാണ്. അല്ലാതെ കൽപ്പം കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് നശിക്കുന്ന ആ പ്രളയമല്ല. അപ്പം ഇദ്ദേഹം രക്ഷപ്പെട്ടത് അങ്ങ് ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന 7-ാമത്തെ മന്വന്തരത്തിലാണ്. അതായത് 6-ാമത്തെ മന്വന്തരം കഴിയുമ്പോഴാണ് ഉള്ള പ്രളയത്തിലാണ് ഈ മനു ഈ മാർക്കണ്ഡേയൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇപ്പം 6-ാമത്തെ മന്വന്തരം കഴിഞ്ഞപ്പോൾ 4 പറയുകയാണ്, സമുദ്രത്തിൽ തനിച്ച് ചുറ്റിക്കൊണ്ട്. അപ്പം പ്രളയത്തിൽ എല്ലായിടത്തും വെള്ളം കയറി അദ്ദേഹം രക്ഷപ്പെട്ടു. ഇപ്പം അദ്ദേഹം എന്ന് പറയുമ്പോൾ ഒരു കഥാപാത്രമായിട്ട് പറഞ്ഞതാണ്. കുറച്ച് ശാസ്ത്രജ്ഞര് പ്രളയം നടക്കുമ്പോൾ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിഞ്ഞിട്ടാണ് പ്രളയം നടക്കുന്നത്. നമ്മളെ പ്രളയം എത്തിയില്ലല്ലോ 7-ാമത്തെ അവസാനം എത്തുമ്പോൾ. അപ്പോൾ അവസാനം എത്തുമ്പോൾ നമ്മളെല്ലാ ജ്ഞാനവും തികഞ്ഞവരായിരിക്കും. അതാണ് മാർക്കണ്ഡേയ മുനി എന്ന നിലയിൽ ചിത്രീകരിക്കുക. ഒരു കഥാപാത്രമായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരാണ് രക്ഷപ്പെടുന്നത്. ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരു കക്ഷിയായിട്ട് ഈ കഥാപാത്രത്തെ കാണണം. അപ്പോൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? സമുദ്രത്തിൽ തനിച്ച് ചുറ്റിക്കൊണ്ട് ആലിലയിൽ കിടന്ന പുരുഷരൂപത്തിലുള്ള കുഞ്ഞിനെ കണ്ടുവല്ലോ. ആലില മേലെ ആലിലയിൽ കിടന്ന പുരുഷരൂപത്തിലുള്ള ഒരു കുഞ്ഞിനെ കണ്ടുവല്ലോ. അതാ കഥ പിന്നീട് പറയും. അത് വളരെ വലിയ സംശയത്തിന് ഇടവരുത്തുന്നുണ്ട്. പല സംശയങ്ങളുണ്ടാകുന്നുണ്ട്. എങ്ങനെ രക്ഷപ്പെട്ടു ആ കാര്യമല്ല. അത് കേൾക്കുവാനുള്ള കൗതുകം കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. 5 പറയുകയാണ്, ആ കഥ, ആ സംഭവം എങ്ങനെയാണ് നടന്നത് എന്നെല്ലാം ഒന്ന് പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. അങ്ങ് ആ സംശയം ദൂരീകരിച്ച് തരണം. അപ്പം 6 സൂതൻ പറയുകയാണ്, കലിദോഷം തീർക്കുവാനായി നാരായണൻ ചെയ്തതിലൂടെ ഉണ്ടായ ഈ സംശയം
ജനങ്ങളുടെ സംശയ നിവൃത്തിക്ക് കാരണമാകും. അങ്ങ് ചോദിച്ച കലിദോഷം തീർക്കുവാനായി നാരായണൻ ചെയ്തതിലൂടെ ഉണ്ടായ ഈ സംശയം, കലിദോഷം തീർക്കുവാനായി നാരായണൻ ചെയ്തത്, കലിദോഷം തീർക്കുവാനുള്ള കലിയിലൂടെയാണ്, കലിയുടെ ഉപയോഗത്തിൽ അവസാനത്തിലാണ് പ്രളയമുണ്ടായത്. കലിദോഷത്തിലൂടെയാണ് പ്രളയം സംഭവിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എല്ലാം വെള്ളത്തിൽ മുങ്ങുന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ദോഷത്തിൽ നിന്ന് പരിഹാരം കാണുക എന്ന് പറഞ്ഞാൽ കുറച്ച് പേരെ രക്ഷിക്കുക. അല്ലെങ്കിൽ മുഴുവൻ മനുഷ്യൻ മരിച്ചു പോയാൽ പിന്നെ സൃഷ്ടി ആദ്യം ഒന്നേന്ന് ബ്രഹ്മം തൊട്ടെല്ലാം തുടങ്ങേണ്ടി വരും. സാധാരണ ബ്രഹ്മം തൊട്ട് തുടങ്ങുന്ന എപ്പോഴാണ്? എല്ലാ മന്വന്തരങ്ങളും തീർന്നിട്ട് കൽപ്പം കഴിഞ്ഞിട്ട് എല്ലാം പോയി അവിടെ പോയി ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴാണ് പുതിയ സൃഷ്ടി നടത്തേണ്ടത്. ബാക്കിയുള്ളതിലെല്ലാം കുറച്ച് പേരെ രക്ഷിക്കും. കലിദോഷം കൊണ്ട് വെള്ളത്തിൽ മുങ്ങുമ്പോൾ കുറച്ച് പേരെ രക്ഷിച്ചെടുക്കും. ആ ഒരു കഥയാണ് ഈ മാർക്കണ്ഡേയനിലൂടെ പറയുന്നത്. അപ്പോൾ ആ ദോഷം പരിഹരിക്കുന്നതിന് വേണ്ടി ചെയ്ത ആ പ്രവൃത്തി, നാരായണൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് ജനങ്ങളിൽ പല സംശയങ്ങളും ഉണ്ടാകാം. അതെങ്ങനെയെല്ലാം സംഭവിച്ചത്, എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, ഇത്രയും വലിയ പ്രളയത്തെ നിന്ന് രക്ഷപ്പെടുക എന്നല്ല, അതിനുള്ള സംശയ നിവൃത്തി ഉണ്ടാക്കുവാൻ അത് സഹായിക്കും. അതുകൊണ്ട് പറഞ്ഞു തരാമെന്ന്. 7 മുതൽ 11 വരെ. ആ മാർക്കണ്ഡേയൻ പിതാവിൽ നിന്നും ഉപനയനത്തിലൂടെ വേദങ്ങൾ പഠിച്ച് നൈമിഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് ശാന്തനായി ജഡാധാരിയായി മരവുരി ധരിച്ച് കമണ്ഡലം, ദണ്ഡ് മുതലായവയോടുകൂടി സന്ധ്യകളിൽ ശ്രീഹരിയെ പൂജിച്ച് മൗനിയായി. അപ്പോൾ അങ്ങനെ ഏത് തരത്തിലാണ് ഈ മാർക്കണ്ഡേയൻ? ചെറുതിൽ തന്നെ ഉപനയനത്തിന് ശേഷം വേദങ്ങളെല്ലാം പഠിച്ചു എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേദങ്ങളിൽ എന്താണ്? പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്രവും അടങ്ങിയ ഗ്രന്ഥമാണ് വേദം. അദ്ദേഹം അപ്പോൾ വേദമെല്ലാം പഠിച്ച് എല്ലാം തികഞ്ഞ വ്യക്തിയാണ്, എല്ലാ ജ്ഞാനവും തികഞ്ഞ വ്യക്തിയാണ്. അതുപോലെ തന്നെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിയുമ്പോൾ അന്നത്തെ മനുഷ്യർ എന്തായിരിക്കും? ഒരുമാതിരി എല്ലാ ജ്ഞാനവും തികഞ്ഞവരായിരിക്കും. അവരെന്ന് തിരിച്ചറിയുകയും ചെയ്യും. വേദത്തിൽ എല്ലാ സയൻസും ഉണ്ട്. അപ്പോൾ അദ്ദേഹം ജഡാധാരിയായി മരമുരിയെല്ലാം ധരിച്ച് കമണ്ഡലവും ദണ്ഡമൂലാവിയോടെ സന്ധ്യകളിൽ ശ്രീഹരിയെ പൂജിച്ച്, അപ്പം അങ്ങനെയുള്ള മനുഷ്യർ ഇങ്ങനെ ഒരു ശക്തിയുണ്ട്, ശ്രീഹരി ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് മനസ്സിലാക്കി. ഇപ്പം മനസ്സിലായിട്ടില്ല, അപ്പോഴേക്ക് എല്ലാവർക്കും അത് പിടികിട്ടും. മൗനിയായി ഭിക്ഷ തേടി ഗുരുവിന് നൽകി. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ കീഴിലാണ് വിദ്യ പഠിക്കേണ്ടത്. അപ്പം ഭിക്ഷ നേടിയിട്ട് ഉള്ളത് വീട്ടിൽ കൊണ്ട് കൊടുക്കണം, ഭിക്ഷയ്ക്ക് പോകണം പകല്, എന്നിട്ട് ഗുരുവിനെ സേവിക്കണം. എന്നിട്ട് ഗുരുവ് നൽകിയത് ഭക്ഷിച്ച്, കിട്ടിയെല്ലാം ഗുരുവിനെ കൊണ്ട് കൊടുക്കുക, ഗുരു നൽകിയത് ഭക്ഷിക്കുക. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബ്രഹ്മചര്യം വഴിപോലെ അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. എന്തെല്ലാം ശാസ്ത്രങ്ങൾ പഠിക്കണ്ടോ അതെല്ലാം വേദങ്ങൾ പഠിച്ചു എന്ന് പറയുന്നത്. മനുഷ്യൻ 4 യുഗങ്ങളിലൂടെ നേടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? പണമോ കെട്ടിടമോ വസ്തുവോ പ്രോപ്പർട്ടിയോ ഭാര്യയോ മക്കളോ ഒന്നുമല്ല. എത്രയോ കാലത്തിലൂടെ അധ്വാനത്തിലൂടെ മനുഷ്യൻ കണ്ടെത്തിയ പ്രപഞ്ച രഹസ്യം, ജ്ഞാനം, അത് തന്നെയാണ് വേദങ്ങൾ. അത് മുഴുവൻ പഠിച്ച വ്യക്തികളെയാണ്. അതൊരു കുറച്ച് പേരായിരിക്കാം, സപ്തർഷികളായിരിക്കാം. അതിവിടെ കഥയിലൊരു മനു എന്ന നിലയിൽ, അല്ല മാർക്കണ്ഡേയൻ എന്ന നിലയിൽ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അപ്പം ആ രക്ഷപ്പെടുന്നവർ എല്ലാം പഠിക്കണ്ടെങ്കിൽ അവന് ജീവിതത്തിൽ കല്യാണമില്ല, ഒന്നുമില്ല, ഗുരുവിൻ്റെ കീഴിൽ എല്ലാം പഠിക്കുകയാണ്. അവന് ഭൗതിക ലോകത്തിൽ ഒരു താല്പര്യമില്ല. അപ്പം ശാസ്ത്രലോകം പ്രളയം നടക്കുമ്പോൾ അവർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും പ്രളയം ഇതാ സംഭവിക്കാൻ പോകുന്നു.
അപ്പം പിന്നെ അവർ തയ്യാറാകും, അതിനുള്ള ആളെ സജ്ജീകരിക്കും. അവർ ജീവിതമെല്ലാം, ബാക്കിയുള്ള ഭൗതിക ജീവിതമെല്ലാം ത്യജിച്ച് കുടുംബമെല്ലാം ചതിച്ചിട്ട് ശാസ്ത്രജ്ഞാനം തയ്യാറാക്കിയിട്ട് പോകേണ്ട തയ്യാറെടുപ്പിൽ നിൽക്കും. അതൊക്കെ ഒരു സന്യാസ ജീവിതത്തിന് ബ്രഹ്മചര്യ അവസ്ഥയ്ക്ക് സമാനമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഗുരു നൽകിയത് ഭക്ഷിച്ച് വേദ അധ്യയനം നടത്തി 1,000,000,000 വർഷങ്ങൾ മഹാവിഷ്ണുവിനെ ആരാധിച്ചു. അതിലൂടെ മരണത്തെ ജയിച്ചു. മരണത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ പ്രളയത്തെ ജയിച്ചു. പ്രളയത്തെ ജയിച്ചിട്ട് വേണം രക്ഷപ്പെടാൻ. ഇപ്പം എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ആലോചിച്ച് നോക്കൂ. വിദ്യ മുഴുവൻ പഠിക്കണം. ഈ വിഭാഗങ്ങൾ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ മുഴുവൻ പഠിക്കണം. ഇനി ആരുമില്ലാതെ പ്രളയം കഴിഞ്ഞാൽ തിരിച്ചു വന്ന ആ ലോകത്തിൽ തനിച്ച് കുറച്ച് പേരാണ്. എല്ലാം വെള്ളത്തിൽ മുങ്ങി കുറച്ച് പേര് ബാക്കിയാവുന്നു. പ്രകൃതിയോടെ മല്ലടിച്ച് അന്നൊന്നും ഉണ്ടാവില്ല. അപ്പം അവരെന്തെല്ലാം ത്യാഗങ്ങൾ അതിന് ചെയ്യാറാകണം. നേരെ മറിച്ച് അവർ രക്ഷപ്പെടുന്നത് ബഹിരാകാശത്തേക്കാണെങ്കിൽ ഇന്നത്തെ നിലയിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനൊന്നും നിൽക്കില്ല. നേരെ എവിടത്തേക്കാണ് പോവുക? ബഹിരാകാശത്തിലാണ് പോവുക. ബഹിരാകാശത്ത് പോകണ്ടെങ്കിൽ ആ മർദ്ദത്തിൽ എത്ര കാലത്തെ ട്രെയിനിങ് ഉണ്ട്. നമ്മളിന്ന് കണ്ടത് തന്നെയാണ്. ചിലവരെല്ലാം ബഹിരാകാശത്തിലേക്ക് പോകുമ്പോൾ വീടെല്ലാം വിട്ട് അവിടെ എത്രയോ മാസങ്ങൾ ട്രെയിനിങ്ങിലെല്ലാം നിന്നുകൊണ്ട് ശരീരം തയ്യാറാക്കിയെടുക്കണം ആ ബഹിരാകാശത്ത് പോയിട്ട് രക്ഷപ്പെടാൻ. ഇപ്പം വേദം പഠിച്ചാൽ പോരാ. ആ ഘട്ടത്തിൽ ബഹിരാകാശ നിലയത്തിലാണെങ്കിൽ എന്തെല്ലാം ശരീരമായ എക്സസൈസ് എല്ലാം ചെയ്യണം, അതെല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് പോകുന്നവർ വെറുതെ ശരീരം ഒന്ന് എക്സസൈസ് ചെയ്ത് പോയാൽ പോലും അതും പോരാ. അവർ ഈ ജ്ഞാനം മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് പോകുകയും വേണം. ഇനി ഭാവിയിൽ അവർ വിജനമായ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങുമ്പോൾ, പ്രളയമെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഇറങ്ങുമ്പോൾ പുതിയൊരു മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ്. അതാണ് ഇവിടെ പറഞ്ഞ 1000 വർഷത്തോളം വിഷ്ണുവിനെ, മഹാവിഷ്ണുവിനെ ആരാധിച്ചു. ആ ശക്തിയാണ് രക്ഷിക്കുന്നത്, ശക്തിയാണ് കൊണ്ടുപോകുന്നത്. അതെല്ലാം ഓൾറെഡി അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊള്ളും. കാലം വിഷ്ണു അത്തരത്തിലാണ് ലോകത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പം അത് രക്ഷപ്പെട്ടിട്ടാണ് പുതിയ തലമുറ ഇങ്ങനെ ആദ്യ സൈക്കിൾ ഉണ്ടാക്കുന്നത്. പന്ത്രണ്ടിലെ ബ്രഹ്മദേവനും പരമശിവനും ഭൃഗുവും ദക്ഷനും മറ്റ് ബ്രഹ്മപുത്രന്മാരും മനുഷ്യരും ദേവകളും പിതൃക്കളും അന്യപ്രാണികളും അവരുടെ മൃത്യുജയം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു. ഇവർക്കൊന്നും ആ സൗഭാഗ്യമില്ല. അത്രയും ഐശ്വര്യത്തിലാണ് ഇവർ മരണത്തെ മറികടന്നിരിക്കുന്നത്. പ്രളയം കൊണ്ട് എല്ലാവരും നശിക്കാൻ പോവുകയാണ്. പക്ഷേ ഈ ഒരു വിഭാഗം അതിനെ മറികടക്കുകയാണ്. എല്ലാവരെയും നശിപ്പിക്കാനാണ് പ്രളയം ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് പേര് രക്ഷപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മഹാഭാരത യുദ്ധത്തിൽ, 3-ാം ലോക മഹായുദ്ധത്തിൽ കുറച്ച് പേരെ രക്ഷപ്പെടുത്തിയെടുത്തു. ബാക്കിയുള്ളതെല്ലാം മരിക്കും. അങ്ങനെയല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മഹാപ്രളയമാണ്, എല്ലാവരെയും ഇല്ലാതാക്കുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ഇതെല്ലാം വിഷ്ണു എല്ലാം കണ്ടിട്ട് അന്തം വിട്ടുപോയി എന്ന് പറയുകയാണ്. വിഷ്ണു അല്ല, പരമേശ്വരനും ബ്രഹ്മാവും എല്ലാം അന്തം വിട്ടുപോയി എന്ന് പറയുകയാണ്. ആരാണ് രക്ഷിച്ചത്? വിഷ്ണു. അങ്ങനെ 13 അങ്ങനെ വ്രതമനുഷ്ഠിച്ച ആ യോഗി, അദ്ദേഹം ഒരു യോഗിയുടെ പോലെയാണ്. ആ വ്രതമനുഷ്ഠിച്ച് പല വ്രതങ്ങളും അനുഷ്ഠിച്ചിട്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇന്നും ബഹിരാകാശത്ത് പോകുന്നവര് നല്ല വ്രതങ്ങളും ട്രെയിനിങ്ങും ഉണ്ടെങ്കിലേ അത് പറ്റുകയുള്ളൂ. പക്ഷേ ഇദ്ദേഹത്തിന് അതും പോരാ. ഭാവി തലമുറ തന്നെ സൃഷ്ടിച്ച് എടുക്കേണ്ട വ്യക്തിയാണ്. എല്ലാ ജ്ഞാനവും കൈമാറേണ്ടതാണ്. അവർ തിരിച്ചു വന്നിട്ടാണ് ഈ വേദങ്ങൾ
ഉരുവിട്ടിട്ട് പിന്നെ നമുക്ക് ഗ്രന്ഥമായിട്ട് എഴുതി തന്നിരിക്കുന്നത് ആ ശാസ്ത്രജ്ഞന്മാർ. അപ്പം അവരെത്ര ആ ഉയർന്ന ലെവലിലായിരിക്കും, ആരോഗ്യപരമായിട്ടും ബുദ്ധിപരമായിട്ടും ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാം തികഞ്ഞവരാണ്. അപ്പോൾ അങ്ങനെ വ്രതമനുഷ്ഠിച്ച ആ യോഗി ക്ലേശങ്ങൾ ഇല്ലാത്ത മനസ്സിനാൽ മഹാവിഷ്ണുവിനെ കഠിന യോഗാഭ്യാസത്തിലൂടെ മഹാവിഷ്ണുവിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് ആറാമത്തെ മന്വന്തരങ്ങൾ കഴിഞ്ഞു. ആറാമത്തെ മന്വന്തരം കഴിയാൻ പോകുമ്പോൾ, അതായത് നമ്മളിന്ന് 7ാമത്തെ മന്വന്തരത്തിലാണ്. ആറാമത്തെ മന്വന്തരം കഴിയുമ്പോഴാണ് ഈ മാർക്കണ്ഡേയ മുനി എന്നൊരു കഥാപാത്രത്തിലൂടെയാണ് കുറേ ശാസ്ത്രജ്ഞന്മാർ രക്ഷപ്പെട്ടിട്ട് അവസാനം നമ്മളിന്ന് ജീവിക്കുന്ന 7ാമത്തെ മന്വന്തരത്തിൽ വേദങ്ങളെല്ലാം നമുക്ക് എഴുതി വെച്ചു പോയിരിക്കുന്നത്. അവർ രക്ഷപ്പെട്ടു വന്നവർ. കഥയിൽ ഒരു മാർക്കണ്ഡേയൻ എന്ന് പറഞ്ഞ് പറയുന്നതിനേ ഉള്ളൂ. 6 മന്വന്തരങ്ങൾ കഴിഞ്ഞു. അവർ വിഷ്ണുവാണ് അതിനെ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷത്തിൽ ഇവരെ രക്ഷിച്ചിട്ട് വേണം ഒന്നേന്ന് തുടങ്ങാൻ. ഹൃദയമന്ത്രേതാവെന്നും പറഞ്ഞു ഈ പരിപാടി. പിന്നെ ഇതെങ്ങനെ കിട്ടിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ ആ ശക്തിവിശേഷമുണ്ട്, കാലത്തെ നയിക്കുന്ന ആ ശക്തിവിശേഷം. 15 7ാമത്തെ മന്വന്തരത്തിൽ ഇന്ദ്രൻ അവരുടെ തപസ്സിൽ സംശയം തോന്നി തപസ് തടസ്സപ്പെടുത്തുവാൻ തുടങ്ങി. അപ്പം ഇവൻ ഭയങ്കര തപസ്സിലാണ്. അതായത് ഈ ശാസ്ത്രജ്ഞന്മാർ, അവർക്ക് തപസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഈ പ്രളയത്തെ അത് എല്ലാവരും മരിക്കാൻ പോകുന്നു. നമ്മൾ കുറച്ച് പേര്, ഇവിടെ മാർക്കണ്ഡേയൻ ഒരാൾ, ഇനി അതിജീവിച്ചിട്ട് ഈ സത്തെല്ലാം കൊണ്ടാണ് അവർ പോയി, നോളജും കൊണ്ടാണ് പോകുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് വേറെ സൃഷ്ടിയെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇയാളിങ്ങനെ അതിനാണ് തപസ് എന്ന് പറയുന്നത്. ഒരൊറ്റ ചിന്തയുള്ള ലക്ഷ്യം. വേറെ പെണ്ണ് കിട്ടാനോ കുടുംബത്തിൻ്റെ കാര്യം ഒന്നും ചിന്തയില്ല, അതെല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തപസ് ചെയ്യുമ്പോൾ നമ്മൾ ഇന്ദ്രൻ്റെ ഒരു പേടി തുടങ്ങും. എൻ്റെ സിംഹാസനം ഇളക്കാൻ വേണ്ടിയിട്ടാണ്. അതിവിടെ പറയുകയാണ്, കഥരൂപത്തിൽ പറയുകയാണ്. ഇതെല്ലാം നമുക്ക് കഥയിലെ രസം വരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. പക്ഷെ എന്തുണ്ട്, ഇതിൻ്റെ പിന്നിലും കുറച്ച് സത്യങ്ങളുണ്ട്. ഗന്ധർവന്മാർ 16 ഗന്ധർവന്മാർ, അപ്സരസുകൾ, മന്മഥനാണല്ലോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കുക. ലോഭം, മോദം എന്നീ ഇന്ദ്രൻ്റെ മക്കളുമെല്ലായിട്ടാണ് തടസ്സം സൃഷ്ടിക്കുവാൻ അയച്ചു ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. ഇദ്ദേഹത്തിൻ്റെ തടസ്സം സൃഷ്ടിക്കാൻ നമ്മളതൊന്ന് ആലോചിച്ച് നോക്കി. ആ ആള് പ്രളയം നടക്കുമ്പോൾ ഇപ്പോൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നു. ഗവൺമെൻറ്റല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും ആരെങ്കിലും വിചാരിച്ച, കാരണം അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ട് വേണ്ടപ്പെട്ട ആളെ എല്ലാ പ്രയത്നങ്ങളും നടത്തിയിട്ടാണ് ആളെ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ആളെ സെലക്ട് ചെയ്യുമ്പോൾ പലവരും പറയും എന്നെക്കൊണ്ട് പറ്റില്ല, ഇപ്പോൾ വഴിയൊന്നും എന്നെക്കൊണ്ട് ഇതൊന്നും നടക്കില്ല എന്ന് പറയും. കാരണം അവരെന്തെല്ലാം ത്യജിക്കണം. ഈ പോന്നവർ ചെറുപ്പക്കാരായിരിക്കണം, വയസ്സന്മാരായിട്ട് കാര്യമില്ല. നല്ല യോദ്ധാക്കളായിരിക്കണം. അപ്പോൾ ഇനി പെണ്ണൊന്നും കെട്ടാൻ പാടില്ല, ഇതിൻ്റെ പിന്നാലെ പോയിക്കൊള്ളണം. ഇനി എനിക്ക് കുടുംബജീവിതവും ഇല്ല. അപ്പം ഇങ്ങനെ പ്രലോഭനങ്ങളെല്ലാം വരും. അതിനെയെല്ലാം അതിജീവിച്ചിട്ട് വേണം എന്ന് പറയാൻ വേണ്ടിയാണ് ഗന്ധർവന്മാരും അപ്സരന്മാരും മന്മഥന്മാരും ലോഭം, മോദം, മതം എന്നിവ തൻ്റെ മക്കളെയെല്ലാം മുനിക്ക് തടസ്സം സൃഷ്ടിക്കുവാനായിട്ട് അയച്ചു. 17 പുഷ്പഭദ്ര നദിയുടെ തീരത്തുള്ള ചിത്ര എന്ന പാറയിൽ ഹിമവാന്റെ വടക്ക് ഭാഗത്തിരിക്കുന്ന ആശ്രമത്തിലേക്ക് അവർ പോയി. ഇതേ ആശ്രമത്തിലായിരുന്നു ഉണ്ടായിരുന്നത് 18 മുതൽ 20 വരെ. അവിടെ പുണ്യവൃക്ഷങ്ങളുണ്ട്, പുണ്യ ഋഷികളെല്ലാം താമസിക്കുന്നുണ്ട്, പുണ്യകുളങ്ങളുണ്ട്, കുയിലുകൾ കളകളനാദം മുഴക്കുന്നുണ്ട്, മയിലുകളെല്ലാം നൃത്തമാടിക്കൊണ്ടിരിക്കുന്നു. പിന്നെയോ പക്ഷിജാലങ്ങളെല്ലാം നിറഞ്ഞ ആശ്രമത്തിൽ അവർ പ്രവേശിച്ചപ്പോൾ അവിടെ പുഷ്പത്തിൻ്റെ ഗന്ധമെല്ലാം അടിക്കാൻ തുടങ്ങി, ഇദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാൻ. അദ്ദേഹം എന്തുപോലെ ചെയ്തിട്ടാണ് ഇവരെ രക്ഷപ്പെടാൻ പോകുന്നവരെന്തായിരിക്കും? ഈ ഭൗതിക ലോകം,
അവരെ മുമ്പിൽ ഇങ്ങനെ സുന്ദരമായ ഒരു ലോകമുണ്ട്. ലോകം ഏറ്റവും പുരോഗമിച്ച അവസ്ഥയിലാണ്. അപ്പോൾ ഈ സുന്ദരമായ ലോകമെല്ലാം വിട്ടിട്ടാണ് ഈ ത്യാഗത്തിന് തയ്യാറാകുന്നത്. നമ്മൾ ഇന്ന് തന്നെ ആലോചിച്ച് നോക്കൂ. ആദ്യമായിട്ട് ഒരാളെ ബഹിരാകാശത്തേക്ക് അയക്കുമ്പോൾ അയാളുള്ളിൽ എന്തെല്ലാം ചിന്താഗതികളുണ്ടാവും. നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഞാൻ കുടുംബമെല്ലാം വിട്ടിട്ടാണ് പോകുന്നത്, എന്തെല്ലാം ആഗ്രഹങ്ങൾ തേച്ചിട്ടാണ് പോകേണ്ടത്. അവരുടെ മാനസികാവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. ആരെങ്കിലും തയ്യാറാവുമോ? എത്ര പേര് തയ്യാറാവും? തിരിച്ചു വരുമെന്നെന്താ ഉറപ്പ്? ഭയം ഉണ്ടാവില്ലേ? ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യമായിട്ട് ഒരാളെ വിടുമ്പോൾ കുടുംബങ്ങളോടെല്ലാം യാത്ര ചെയ്യിച്ചിട്ടല്ലേ പോകേണ്ടത്. തിരിച്ചു വരുമെന്നെന്താ ഉറപ്പ്? പ്രളയം കഴിഞ്ഞ് രക്ഷപ്പെടുന്നെന്താ ഉറപ്പ്? വിഷ്ണു നേരിട്ട് വന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാ, നിന്നെ ഞാൻ രക്ഷിപ്പിച്ചിട്ട് അടക്കൊണ്ടാകുമെന്ന്. വിഷ്ണു ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഇതെല്ലാം അവിടുത്തെ ഭരണാധികാരികളായിരിക്കും കയറ്റി വിടുക, ഇവനെ സെലക്ട് ചെയ്യുക. എന്താ ഉറപ്പ് തിരിച്ചു വരുമെന്ന്? പ്രളയം കഴിഞ്ഞിട്ട് ആരും ഉണ്ടാവില്ല. പലവരും എന്താ ചിന്തിക്കുക? എൻ്റെ ഭാര്യയും മക്കളെ അച്ഛൻ്റെയും അമ്മേൻ്റെ അടുത്ത് കിടന്ന് മരിക്കുക, ഞാനെങ്ങനെ ഒറ്റക്കൊന്ന് അവിടെ പോവാം. എന്താ ഉറപ്പ്? ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങാൻ പോവുകയാണ്. റോക്കറ്റ് കയറി രക്ഷപ്പെടാൻ പോവുകയാണ്. ഗവൺമെൻറ് അയക്കുകയാണ് കുറേ ശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്. എന്താണ് ചെയ്യുക? അവിടെ ഋഷികളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ബുദ്ധിമാന്മാരവിടെയുണ്ട്. ഈ കയറ്റി വിടുന്നവരെല്ലാം ആരായിരിക്കും? ബുദ്ധിയുള്ള പണ്ഡിതരെ തന്നെയായിരിക്കും. അവരെല്ലാം വെള്ളത്തിൽ മുങ്ങാൻ പോവുക, ഇവരെ മാത്രമേ രക്ഷിക്കുന്നുള്ളൂ. അപ്പം അവരെ വിശ്വസിച്ചിട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ചന്ദ്രൻ ഉദിക്കുന്ന നേരത്ത് നല്ല വള്ളിപ്പടർപ്പുകളിലെല്ലാം പൂത്തൊലഞ്ഞ് കിടക്കും. മന്മഥൻ പോയിട്ട് അമ്പയ്യാൻ പോവുകയാണ് ഇവന് മോഹം ഉണ്ടാക്കാൻ. ഇത് ഈ രക്ഷപ്പെടുന്നവരുടെ മാനസികാവസ്ഥയാണ് പറയുന്നത്. സുന്ദരമായ ഒരു ലോകത്തുനിന്ന് വീട്ടുകാരൊപ്പരെല്ലാം കഴിഞ്ഞു കൂട്ടിയവനാണ് ഈ ഒരു റിസ്ക് എടുക്കാൻ പോകുന്നത്. ഓരോ ഉറപ്പുമില്ല. കുറേ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ് നിന്നെ ഞാൻ അയച്ചു തരാം മുകളിലോട്ടേക്ക്, നീ പോയി രക്ഷപ്പെട്ടിട്ട് തിരിച്ചു വന്നിട്ട് പ്രളയം കഴിയുമ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെയൊന്നും ഉണ്ടാവില്ല, എല്ലാം നശിച്ചിട്ടുണ്ടാവും. നീ പുതിയ മനുഷ്യരെല്ലാം സൃഷ്ടിച്ചോ. കുറച്ച് പേരെ വിട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ മാനസികാവസ്ഥ? പോകാൻ തയ്യാറാവുമോ? രക്ഷപ്പെടുന്നെന്താ ഉറപ്പ്? അപ്പം എന്താ സ്വാഭാവികമായിട്ട് ചെയ്യുക? ഞാൻ പോകുന്നൊന്നുമില്ല, ഇവരെ കൂടെ നിന്നിട്ട് ചാകുന്നുണ്ടെങ്കിൽ ഇവരെ കൂടെ മരിക്കാമെന്നാണ് ചിന്തിക്കുക. അപ്പോൾ 22 മന്മഥൻ്റെ ഗന്ധർവന്മാരുടെ പാട്ടുകളോടുകൂടി സ്ത്രീ സമൂഹങ്ങൾക്ക് മുമ്പേ നടന്നു. മന്മഥൻ ഗന്ധർവന്മാരെല്ലാം പാട്ടുപാടുന്നുണ്ട്, സ്ത്രീകളെ മുന്നിൽ നടത്തിക്കൊണ്ട്. അതേ മന്മഥൻ്റെ ബാണവും എടുത്തുകൊണ്ട് പിന്നാലെ പോയി. ആരടുത്ത്? ഇവൻ്റെ നേരെ. ആ പോകുന്നവരുടെ മാനസിക വശങ്ങളാണ് വിവരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു റിസ്ക്കാണ്. ജീവിക്കുന്നുള്ള ഒരു ഉറപ്പുമില്ല. രക്ഷപ്പെട്ട് വന്നു കഴിഞ്ഞാൽ സുഖമായ ഒരു ജീവിതമൊന്നുമല്ല. പ്രളയം നടന്നിട്ട് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. അവിടെ വന്ന് ഇറങ്ങിയാലുള്ള അവസ്ഥ എന്താ? 23 ഇന്ദ്രന്റെ കിങ്കരർ അഗ്നിയിൽ ഹോമം ചെയ്ത് ഉപാസന ചെയ്യുന്ന അവൻ്റെ അടുത്തേക്ക് അവൻ അഗ്നിതുല്യനായി അവൻ ഇരിക്കുന്നത് കണ്ടു. അവൻ അഗ്നിഹോമം എല്ലാം ചെയ്തിട്ട്, എന്താണ് അഗ്നിഹോമം ചെയ്തിട്ട് അവൻ ഇരിക്കുന്നു എന്ന് പറയാൻ കാരണം? ബഹിരാകാശത്ത് പോകുന്നതിന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അഗ്നിവിദ്യയിലൂടെയാണ്. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ടു കഴിഞ്ഞു. നചികേതസിനോട് പറഞ്ഞത്, എനിക്ക് മരണത്തെ അതിജീവിക്കുവാനുള്ള അഗ്നിവിദ്യ ഞാൻ ഉപദേശിക്കാം. അഗ്നി ഉപയോഗിച്ച് തന്നെയാണ് ബഹിരാകാശത്തേക്ക് രക്ഷപ്പെടുന്നത്. റോക്കറ്റിൽ ഒരൊറ്റ അഗ്നിയുടെ ബലത്തിലാണ് റോക്കറ്റ് മുകളിലോട്ടേക്ക് പോകാൻ പോകുന്നത്. ഇതാണ് അഗ്നിവിദ്യ. അപ്പോൾ അവൻ അഗ്നിഹോമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആടിയിരിക്കുമ്പോൾ അഗ്നിക്ക് സമാനമായി അവൻ തേജസ്സുള്ളവനായി നിൽക്കുകയാണ്. ആര്? ഈ മാർക്കണ്ഡേയ മുനി. അവൻ്റെ മുന്നിൽ സ്ത്രീകൾ 24. അവൻ കണ്ണടച്ചിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ മുന്നിൽ സ്ത്രീകൾ നൃത്തം ചെയ്തു. ഈ സുന്ദരികളെല്ലാം പോയി, രംഭതിലോത്തമ്മമാരെല്ലാം പോയിട്ട് അവൻ്റെ മുമ്പിൽ നൃത്തം ചെയ്തു. ഗന്ധർവന്മാർ പാടി.
മനുഷ്യനെ ആകർഷിക്കുന്ന വാദ്യഘോഷങ്ങളെല്ലാം മുഴങ്ങി. അതായത് ആ ലോകം അത്രയും സുന്ദരമായ ഒരു ലോകമാണ്. 4 യുഗം കഴിയുമ്പോൾ അവസാനം ലോകം അത്ര സുന്ദരമായ ലോകമാണ് പ്രളയത്തിൽ നശിക്കാൻ പോകുന്നത്. അപ്പോഴാണ് അവൻ അതെല്ലാം വിട്ടിട്ടാണ് രക്ഷപ്പെടാൻ പോകുന്നത്. അപ്പോൾ 25 കാമൻ എന്ത് ചെയ്തു? മന്മഥ ബാണത്തെ എടുത്തു. ഇവരെല്ലാം സ്ത്രീകൾ നൃത്തം ചെയ്യുന്ന അവൻ്റെ മുമ്പ് പോയിട്ട് ഈ സൗഭാഗ്യങ്ങളെല്ലാം പാട്ടും നൃത്തം എല്ലാം വരുമ്പോൾ ഇങ്ങനെ മന്മഥ ബാണുവോ കൈമിലെടുത്തു. വസന്തനും ലോഭനും മനസ്സിനെ ക്ഷോഭിപ്പിച്ചു. അവൻ്റെ മനസ്സിനെ കയറിയിട്ട് ക്ഷോഭിപ്പിക്കാൻ ഇന്ദ്രൻ്റെ മക്കളെല്ലാം കയറി ശ്രമിച്ചു. ആ അവസരത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം, എന്തെല്ലാം പ്രലോഭനങ്ങൾ നമ്മളെ മുമ്പിൽ വരും ഈ ഒരു റിസ്ക് ഏറ്റെടുക്കുമ്പോൾ. ഒന്ന് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. നമ്മളെ വിളിച്ചിട്ട് ഗവൺമെൻറ് പറയുകയാണ്, നീയാണ് പറ്റിയ വ്യക്തി, നീ വേദങ്ങളെല്ലാം പഠിച്ചിട്ട് പോകണം. ഈ വേദങ്ങളെല്ലാം നീ പഠിച്ചിട്ട് ഇവിടെ ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങാൻ പോവുകയാണ്. നീ കുറേ കാലം ജീവിതകാലം ഇനി നിൻ്റെ ജീവിതമൊന്നും ഇവിടെ വേണ്ട. നീ എല്ലാത്തിനും കുടുംബത്തിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട് നിനക്ക് ആദ്യം കുറേ ട്രെയിനിങ് ഉണ്ടെന്ന് ബഹിരാകാശത്ത് പോകാൻ പോയി ട്രെയിനിങ് എല്ലാം കഴിച്ചിട്ട് വേണ്ട സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നീ പോകണം. ഇവിടെ പ്രളയം കഴിയുമ്പം പിന്നെ ഇവിടെ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. നിന്നെ ഏതെങ്കിലും കരക്ക് നീ കൊണ്ടടുക്കും. അടുത്തു കഴിഞ്ഞാൽ നീ അവിടെ നിന്ന് വേണം പുതിയ മനുഷ്യരെയും പട്ടികളെയും പൂച്ചേരിയും എല്ലാം അതിൻ്റെ വിത്തുകളെല്ലാം എടുത്തിട്ട് നീ എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് ഇവിടെ പുതിയൊരു ലോകം ഉണ്ടാക്കിയെടുക്കണം. ഏത് പ്രളയത്തിലെല്ലാം നശിച്ച് ആ മരുഭൂമി പോയിട്ടാണ്. നമ്മളിന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ 7 പേരെ റോക്കറ്റ് കയറിയിട്ട് ചൊവ്വയിൽ കൊണ്ട് ഇറക്കിയിട്ട് വിട്ടിട്ട് പറയുകയാണെങ്കിൽ നീ അവിടെ മനുഷ്യൻ്റെ കുലങ്ങളെല്ലാം ഉണ്ടായിക്കോളെന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ അവസ്ഥ. ഈ സുഖിച്ചിരിക്കുന്ന ഈ സ്ഥലത്തുനിന്ന് അതാണിവിടെ പ്രലോഭനങ്ങൾ പറഞ്ഞത്. 26, 27 പന്ത് കളിക്കുന്ന അവളുടെ സ്ഥാനഭാഗങ്ങൾ, അത് പിന്നെ വേദവ്യാസൻ ഇങ്ങനെയെല്ലാം കാണിച്ചു. അവനെ മയക്കാൻ വേണ്ടിയിട്ട് പന്ത് തട്ടിയാണ് അവൻ്റെ മുമ്പിലോട്ട് നടക്കുന്നത്. അപ്പം അവളുടെ സ്ഥാനഭാരങ്ങൾ, സ്ഥാനം ഇങ്ങനെ ഭാരങ്ങൾ കൊണ്ട് അവൾക്ക് അത് നടക്കാൻ തന്നെ, പന്ത് കെട്ടി കളിക്കാൻ തന്നെ ഭാരമാണെന്നാണ് പറയുന്നത്. തട്ടി പോവുകയാണ്. അപ്പം ഈ ഭാരം അതിൻ്റെ കൂടെ ഉണ്ട്. അങ്ങുമിങ്ങും കണ്ണ് അവൾ നോക്കിക്കൊണ്ടിരിക്കാൻ പോകുന്ന പോക്കളാണ് പണ്ട് നോക്കിയിട്ട് ഇവനെ ഭ്രമിപ്പിക്കാൻ വേണ്ടി. ഈ സുന്ദരമായ ലോകം വിട്ടിട്ടാണ് അവൻ പോകാൻ പോകുന്നത്. അതിൻ്റെ ഒരു വർണ്ണനയാണ് ഇങ്ങനെ ചിത്രീകരിക്കുന്നത്. ചലിപ്പിച്ചുകൊണ്ട് പന്തിനെ പിന്തുടർന്ന് ചെന്നപ്പോൾ അവളുടെ വസ്ത്രത്തെ കാറ്റടിച്ചു കൊണ്ടുപോയി എന്ന് പറയുകയാണ്. അവളുടെ വസ്ത്രവും പോയി ഇവൻ്റെ മുമ്പിൽ വെച്ച്. 28 അപ്പോൾ മന്മഥൻ അസ്ത്രം പ്രയോഗിച്ചു. കാമബാണു അവൻ്റെ നേരെ വിട്ടു. പക്ഷേ അത് വൃത്താവിലായി. പക്ഷെ അവൻ്റെ അടുത്ത് ഇതൊന്നും മേശിയില്ല. അതായത് ഇത്രയും സൗഭാഗ്യത്തിലിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ, ബുദ്ധി കഴിഞ്ഞവർ, ഈ സാധാരണ ഏതെങ്കിലും പിച്ചക്കാരനെ വിടില്ലല്ലോ. വിടുന്നവരെല്ലാം എന്തായിരിക്കും? ശാസ്ത്രത്തിൽ പ്രഭാത പണ്ഡിതന്മാരായ ആൾക്കാരായിരിക്കും. എല്ലാ സൗഭാഗ്യങ്ങളും വീട്ടിലുണ്ടായിരിക്കും. ഒന്നിനും കുറവില്ല. ലോകത്തിലും പ്രശസ്തി നേടിയ വ്യക്തിയോടാണ് പറയുന്നത്, നിന്നെ ചാക്ക് കെട്ടിയിട്ട് അങ്ങോട്ടേക്ക് റോക്കറ്റ് കെട്ടി വിടാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് അവൻ എന്ത് ത്യാഗമാണ് അവൻ സഹിക്കുന്നത് എന്ന് നോക്കണം. ഇപ്പോൾ എന്തു പറ്റി? ഇവൻ ആശ്രയിച്ചിട്ടും അവൻ്റെ അടുത്തേശിയില്ല. അത്രയും മനക്കരുത്തും ധൈര്യശാലികളായ വ്യക്തികളാണ് സപ്തർഷികൾ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അവർ രക്ഷപ്പെടുന്നത്. 29 ഇപ്രകാരത്താലുള്ള അപരാധത്താൽ ആരാണ് അപരാധം കാണിച്ചത്? ഇന്ദ്രനെല്ലാം അദ്ദേഹത്തിൻ്റെ നേരെ വലിയ അപരാധമാണ് കാണിച്ചത്. ഇത്രയും ദോഷങ്ങൾ ചെയ്തു. അവരെല്ലാം അദ്ദേഹത്തിൻ്റെ തേജസ്സിൽ ദഹിക്കപ്പെട്ടവരായി. ചെറിയ കുട്ടി പാമ്പിനെ കണ്ട് ഓടുന്നത് പോലെ അവരെല്ലാം തിരിച്ചോടിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. ഇവരെ കണ്ടപ്പോൾ ഇവൻ്റെ നേരെ ഇതെല്ലാം പ്രയോഗിച്ചിട്ട് അവനൊന്നും യശാതെ തേജസ്വിയായിട്ട് നിൽക്കുകയാണ്.
അത് കണ്ടപ്പോൾ ഇവരെല്ലാം പേടിച്ച് ഇനി ഇവനെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്തിട്ട് പാമ്പിനെ കണ്ട കുട്ടിയെ പോലെ ഓടിക്കളഞ്ഞവണ്. ഇവിടെ വർണ്ണിക്കുന്നത് പ്രപഞ്ചത്തെ പുതിയൊരു തലമുറയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രളയം നടക്കുമ്പോൾ കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് ബഹിരാകാശത്തിലേക്ക് അയക്കാം. ബഹിരാകാശത്തിലോ പ്രളയത്തിലോ തോണിയിലോ ബോട്ടിലോ ഏതിലോ ആകട്ടെ രക്ഷപ്പെടുത്തിയിട്ട് അവരുടെ മേലെ വെച്ചിരിക്കുന്ന ഭാരം പുതിയ ലോകം സൃഷ്ടിക്കുക. അതുമാത്രമല്ല, ഇവര് ശാസ്ത്രജ്ഞന്മാർ വിടുന്ന റോക്കറ്റ് ശരിക്കും പോകുമോ, പ്രളയം കഴിഞ്ഞാൽ തിരിച്ചു വരുമോ, ഒന്നും എങ്ങനെ വിശ്വസിക്കുക? വിഷ്ണുവിനെ പറ്റി വിശ്വാസമുണ്ടെങ്കിൽ വിഷ്ണുവാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ്. വിഷ്ണു അത് ചെയ്യും, വിഷ്ണുവാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. പക്ഷെ ഇവർക്ക് ആ വിശ്വാസം ഉണ്ടാവില്ലല്ലോ. ഇവർക്ക് ഈ റോക്കറ്റിന് തീ കൊടുക്കുന്ന ശാസ്ത്രജ്ഞന്മാരെയല്ലേ അറിയുള്ളൂ. ഇനി 30 ആ മഹാമുനി പക്ഷേ ഇന്ദ്രനാൽ ആക്രമിക്കപ്പെട്ടിട്ടും, പക്ഷെ ഇന്ദ്രന് ഇവരെല്ലാം അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു. എന്നിട്ടും അഹങ്കാരത്തിൻ്റെ വൈകാരികത പ്രകടിപ്പിച്ചില്ല. അവൻ സഹനശക്തിയുള്ളവനാണെന്ന് പറയാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്താൽ എന്നാൽ പിന്നെ നിന്നെ ശരിയായി ശമിച്ചു കളയാമെന്നൊന്നും പറഞ്ഞ് ചെയ്തോ, ഒന്നും ചെയ്തില്ല, കൂളായിട്ടിരുന്നു. കാരണം എന്തെല്ലാം പ്രതിബന്ധങ്ങളാണ് ഇനി നേരിടാൻ പോകുന്നത്. അപ്പോൾ അത്രയും സഹനശക്തിയുള്ള വ്യക്തിയാണ് രക്ഷപ്പെടുന്നത്. അത്ഭുതം! അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ പ്രളയ സമയത്ത് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. 31 കാമദേവൻ പരാജയപ്പെട്ടത് കണ്ട് മഹർഷിയുടെ മഹിമയും കണ്ട് അത്ഭുതപ്പെട്ടു. ദേവേന്ദ്രൻ പോലും അത്ഭുതപ്പെട്ടു ഈ മഹർഷിയുടെ മാഹാത്മ്യം കണ്ടിട്ട്. 33 മുതൽ 35 വെളുത്തും കറുത്തും ഇരിക്കുന്നവനും താമരതടത്തിന്റെ കണ്ണോടുകളോട് കൂടിയവനും 4 കരങ്ങളോട് കൂടിയവനും മരുവടി ധരിച്ചവനും പവിത്രങ്ങൾ ഇട്ടവനും യജ്ഞോപവീതം ധരിച്ചവനും ദേവശ്രേഷ്ഠന്മാരാൽ പൂജിക്കപ്പെട്ടുന്നവനും വിഷ്ണു ഭഗവാൻ നാരായണന്റെ രൂപത്തിൽ അവിടെ എത്തിച്ചേർന്നപ്പോൾ ഇവൻ അവരെ വീണ് നമസ്കരിച്ചു. ശ്രീഹരി തന്നെ അവിടെ എത്തി എന്ന് പറയുകയാണ്. അത് കഥയിലാണ്. ശ്രീഹരിയെ ഉപദേശിക്കുന്ന അപ്പോൾ ശ്രീഹരിയെ വർണ്ണിക്കുന്ന എല്ലാ ഒരു കാര്യം പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കണ്ടു എന്ന് പറഞ്ഞാലല്ലേ വർണ്ണിക്കാൻ പറ്റും, മുമ്പിൽ വന്നു എന്ന് പറഞ്ഞാലല്ലോ. എന്താ പറയുന്നത്? ഇതെല്ലാം പക്ഷെ ആരാണ് ചെയ്യുന്നത്? അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ തന്നെയാണെങ്കിലും, ശാസ്ത്രജ്ഞന്മാരാണ് എല്ലാം അറേഞ്ച് ചെയ്ത് ഇവനെ കയറ്റിവിടുന്നത്. എങ്കിലും ഇതെല്ലാം ആര് തീരുമാനിച്ച പോലെയാണ് നടത്തുന്നത്? ശ്രീഹരിയാണ്. ഇങ്ങനെയാണ് അടുത്ത യുഗം ആരംഭിക്കുക. അപ്പം അതിൻ്റെ നേതൃത്വം ആരാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ശ്രീഹരി തന്നെ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ലോകം പോവുക. ആ ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് പോകും. 36 അവരെ ദർശിച്ച് ശാന്തരായ ഇന്ദ്രിയത്തോടു കൂടിയവനും രോമാഞ്ചിതരനുമായി അവൻ അതിനെ കാണുവാൻ അശക്തരായിരുന്നു. ആ ശക്തിയെ കാണുവാൻ തന്നെ, നോക്കുവാൻ തന്നെ അശക്തരായിരുന്നു എന്ന് പറയുകയാണ്. കാരണം അത്ര ദിവ്യ ജ്യോതിസാണ് ആയ ശ്രീഹരിയാണ് ഇവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാൻ പോകുന്നത്. എഴുന്നേറ്റ് കൈകൂപ്പി മണങ്ങി സർവേശ്വരനെ നോക്കി നമോ നമ എന്ന് പറഞ്ഞു. 38 പിന്നെ ആസനത്തിലിരുകി കാലെല്ലാം കഴുകി പൂജിച്ച്. അതെല്ലാം കഥയിലങ്ങനെ നാരായണൻ വരുമ്പം പിന്നെ കാല് കഴുകി പൂജിക്കുകയും വേണ്ട. ആസനത്തിൽ ഇരുന്ന ശേഷം അനുഗ്രഹിക്കാൻ ഉദ്യമിച്ച അവന് നേരെ അവൻ അദ്ദേഹത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇനി ശ്രീഹരിയെ പറ്റിയുള്ള വർണ്ണനയാണ്. യഥാർത്ഥത്തിൽ ശ്രീഹരിയാണ് ഇങ്ങനെയെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊന്നും ഇവൻ്റെ കഴിവുമല്ല. ഇവൻ തന്നെ ആരാണ്? ശ്രീഹരിയാണല്ലോ. നമ്മളെല്ലാം ശ്രീഹരിയാണ്. അതായത് അവരും ശ്രീഹരിയാണ്,
അവൻ്റെ ഉള്ളിലുള്ളത് നയിക്കുന്നത് ശ്രീഹരിയാണ്, എല്ലാം ശ്രീഹരിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കളി. അതുകൊണ്ട് അവൻ ശ്രീഹരിയെ വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരികയാണ് ഇതെല്ലാം ആരാണ് ചെയ്തു കൂട്ടുന്നത്? ആ ശ്രീഹരിയാണ്. കാലമാകുന്നു, കാലമാം പ്ലാൻ ചെയ്ത മാതിരിയാണ് ഇതെല്ലാം പോകാൻ പോകുന്നത്. ഇതിങ്ങനെ പോകൂ. ഇനി നമ്മൾ 3-ാം ലോകമഹായുദ്ധം കൊണ്ട് മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് ഒരു നല്ല വസുദൈവ കുടുംബമുണ്ടായതിൻ്റെ ശേഷം, പിന്നെ പ്രളയം നടന്നതിൻ്റെ ശേഷം ഈ മന്വന്തരങ്ങൾ കഴിയുമ്പോൾ, അങ്ങനെ എത്ര കഴിയുമ്പോഴാണ് മന്വന്തരങ്ങൾ എന്നറിയാലോ. കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രളയങ്ങളുണ്ട്. ചെറിയ ചെറിയ പ്രളയത്തിലാണ് ബോട്ടിൽ രക്ഷപ്പെടുന്നത്. ഭൂമി അടക്കം അപ്രത്യക്ഷമാകുമ്പോഴാണ് ബഹിരാകാശത്തിൽ രക്ഷപ്പെടുന്നത്. അതിനുള്ള ഉദാഹരണമാണ് നക്ഷത്രങ്ങൾ ആകാശത്തിൽ കത്തിയെരിഞ്ഞ് ഇല്ലാതാകുന്നത്, ബ്ലാക്ക് ഹോൾ. അപ്പം പ്രളയം പലതരത്തിലുണ്ട്. ചിലത് ബോട്ടിൽ രക്ഷപ്പെട്ടാൽ മതി, ചിലപ്പോൾ ചില ദേശത്തെ രക്ഷപ്പെട്ടാൽ മതി. അത് കണ്ടില്ലേ, ദ്വാരക മുങ്ങിയപ്പോൾ അവരെല്ലാം കൂടി എവിടെ വന്നു? ഇങ്ങോട്ടേക്ക് വന്നു, ഹസ്തിനപുരത്തിലേക്ക്. ചെറിയ പ്രദേശം മുങ്ങുമ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രളയമുണ്ട്. മാർക്കണ്ഡേയൻ പറയുകയാണ് 40-ൽ, ബ്രഹ്മാവ്, പരമേശ്വരൻ മുതലാവരടക്കം നമ്മുടെയെല്ലാം പ്രാണൻ ഏതൊരു ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെടുന്നു. അതായത് എൻ്റെ പ്രാണനെ പ്രേരിപ്പിക്കുന്ന ആരാണ്? അങ്ങാണ്. ഞാനെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന അങ്ങാണ്. ഞാൻ തന്നെ അങ്ങാണ്. അപ്പം അങ്ങ് തന്നെയാണ് ഞാനെന്ന രൂപത്തിൽ ഇതെല്ലാം ചെയ്യുന്നതെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. അവരുടെ വാക്ക്, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ചലിക്കുന്നുവോ? ആരിലൂടെയാണ് നമ്മുടെ വാക്കും ഇതെല്ലാം ചലിക്കുന്നത്? ആ ശ്രീഹരിയിൽ നിന്നാണ്. എന്നെക്കൊണ്ട് ഇതെല്ലാം ഈ നാവിലൂടെ പറയിപ്പിക്കുന്ന ആരാണ്? ആ ശ്രീഹരി തന്നെയാണ്. അതാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. എപ്പോഴും പറയുന്ന ഇതാണ്. ഇതെല്ലാം പറയുന്നത് ആ ശ്രീഹരി തന്നെ. ഈ പ്രമോദിനെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ന വയസ്സ് മുതൽ ഇന്ന സമയം നീ ഇങ്ങനെ യൂട്യൂബും തുറന്നു വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് പറയും. ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥയാണ്, ചെയ്തേ പറ്റും, വേറെ വഴിയൊന്നുമില്ല. അദ്ദേഹം തന്നെയാണ് ഇരുന്നിട്ട് ഇത് ചെയ്യുന്നത്. ബാക്കിയെല്ലാം മിഥ്യ. അവരുടെ മനസ്സ്, വാക്ക്, ഇന്ദ്രിയങ്ങൾ എന്നിവ ചലിക്കുന്നുവോ? അപ്രകാരം സ്വാതന്ത്ര്യമില്ലാത്തവരായിട്ടും നമുക്കൊന്നും ഒരു സ്വാതന്ത്ര്യമില്ല. അദ്ദേഹം ചെയ്യുന്നത് അതിനനുസരിച്ച് പോയിക്കൊള്ളുക. എന്നിട്ടും ആ ഭഗവാനെ ഭജിക്കുന്നവർക്ക്, എന്നാൽ ആ ഭഗവാനെ ഭജിക്കുന്നവർക്ക് ആത്മബന്ധുവായിത്തീരുന്നു. അതേ ബന്ധുവായിത്തീരുന്നു. നമ്മളിത് സത്യം മനസ്സിലാക്കി അങ്ങേരാ ജയിക്കുന്നതെന്ന് വെച്ച് ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മളെ ബന്ധുവാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ചിന്ത അനുസരിച്ച് കൂളായിട്ട് ചെയ്തു പോകും. അങ്ങനെയുള്ള അങ്ങയെ എങ്ങനെയാണ് ഞാൻ സ്തുതിക്കേണ്ടത്? കാരണം നമ്മുടെ ഉള്ളിലെല്ലാം ചെയ്യുന്നത് അങ്ങ് തന്നെയാണ് ഇതത്രയും ചെയ്യുന്നത്. അപ്പം ഞാനെങ്ങനെയാണ് സ്തുതിക്കേണ്ടത്? നിങ്ങൾക്ക് ആരെയാ സ്തുതിക്കേണ്ടത്? അങ്ങ് തന്നെയാണ് ഞാൻ. അപ്പം ഈ ജ്ഞാനം തികഞ്ഞവരായിരിക്കണം ആര്? ഈ മാർക്കണ്ഡേയ മുനി. നമുക്ക് ആ ജ്ഞാനം വരൂല്ല, ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. അപ്പം അദ്ദേഹം ഈ ജ്ഞാനം പോലും വേദത്തിൻ്റെ ഏറ്റവും ആത്മതത്വവും കൂടി മനസ്സിലാക്കിയ വ്യക്തിയാണ് അവസാനം രക്ഷപ്പെടുന്നത്, വേദങ്ങളോടുകൂടി. 41 ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ മത്സ്യം, കൂർമ്മം, വരാഹം മുതലായ പല അവവിധ ശരീരങ്ങൾ എടുത്തു. അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മത്സ്യമായിട്ടും കൂർമ്മമായിട്ടും വരാഹയെല്ലായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഓരോ രൂപത്തിൽ. ഈ പ്രപഞ്ചത്തെ 8 കാലി വല പോലെ സൃഷ്ടിച്ചോ, 8 കാലി വലയുണ്ടാക്കുന്ന പോലെ അങ്ങ് തന്നെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അവയെ വിഴുങ്ങുന്നുവോ? സമയത്തും അങ്ങ് തന്നെയാണ് ഇതിപ്പം പ്രളയത്തിലൂടെ വിഴുങ്ങാൻ പോകുന്നത്. ആ തിരുമേനി 3 ലോകത്തിൻ്റെയും ക്ഷേമത്തിനായും താപനിവൃത്തിക്കായും മോക്ഷത്തിനായും ഇരിക്കുന്നു. അതേസമയം അതിൻ്റെ രക്ഷക്കായിട്ടും അങ്ങേരിയിരിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തെ രക്ഷിച്ച് പുതിയൊരു സമൂഹം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെക്കൊണ്ടിത് ചെയ്യിക്കുന്നത്. ഞാനായി വന്നിട്ട് അങ്ങ് ഇത് ചെയ്യുന്നത്. അതാണ് മാർക്കണ്ഡേയൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. എല്ലാം ആ ശക്തി ജയിക്കുന്ന വിചാരിയേ കാര്യം പോവുകയുള്ളൂ.
ഏതൊരു തിരുവടിയെ പ്രാപിച്ചവന് 42 കർമ്മം, സത്വാദി ഗുണങ്ങൾ, കാലം, താപം എന്നിവ സ്പർശിക്കുന്നില്ലയോ അങ്ങേ പ്രാപിച്ചവന്. അപ്പം ഇങ്ങേര് ഈ സത്യമെല്ലാം മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അങ്ങേത്തിന് കർമ്മത്തെപ്പറ്റി പ്രയാസമില്ല, സത്വാദി ഗുണങ്ങളെപ്പറ്റി ചിന്തയില്ല, കാലത്തെപ്പറ്റി ബോധരേഷനില്ല, താപത്തെ എന്നിവയൊന്നും എന്നെ സ്പർശിക്കില്ല. ഏതൊരു തിരുവടിയെ പ്രാപിക്കാൻ വേദങ്ങളുടെ മുനിമാർ വീണ്ടും വീണ്ടും സ്തുതിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുവോ ആ ശക്തിയെ ലഭിക്കുവാൻ വേണ്ടിയാണ് വേദങ്ങൾ എഴുതിയിരിക്കുന്നത്. വേദങ്ങളുടെ മുനികളെല്ലാം സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനെ? ആ ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ആ സ്ഥാവര ജമുഖങ്ങളുടെ ലോകത്തിൻ്റെ നായകനായ ഭഗവാന്റെ തിരുവടികളെയും ഞാൻ നമസ്കരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ആ ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കുകയാണ്, അങ്ങയിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. ആ രക്ഷപ്പെടുന്നവരെ ഭയന്നു പോകരുത്. ആ ശക്തി എൻ്റെ കൂടെയുണ്ട്, ആ ശക്തിയാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ള ചിന്തയോടുകൂടിയാണ് മാർക്കണ്ഡേയൻ രക്ഷപ്പെടാൻ പോകുന്നത്. ഈ ലോകത്തിലെ ജനങ്ങൾക്ക് ഭയപ്പാടിൽ നിന്നും രക്ഷക്കായി 43 ഭഗവാന്റെ മോക്ഷരൂപിയായ തിരുവടികളെ പ്രാപിക്കുക മാത്രമല്ലാതെ വേറെ വഴിയില്ല. ഈ ലോകത്തിൽ നിന്ന് മോക്ഷം ലഭിക്കേണ്ടിക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, അങ്ങേ ആശ്രയിക്കുക. അങ്ങേ ആശ്രയിച്ചു കഴിഞ്ഞാൽ അങ്ങേരെ എല്ലാം രക്ഷിപ്പിച്ചിട്ട് എത്തിക്കും. വേറെ വഴിയൊന്നുമില്ല. അല്ലാതെ ബ്രഹ്മാവിനോടോ ശിവനോടോ ഒന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. രണ്ട് പദാർത്ഥങ്ങൾ അർദ്ധഭാഗങ്ങളുള്ള ബ്രഹ്മാവിന് പോലും, ബ്രഹ്മാവിനെന്തുണ്ട്? പകലും രാത്രിയുണ്ട്. പോലും ഭയമുള്ളപ്പോൾ അദ്ദേഹം പോലും ഭയന്നിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം സൃഷ്ടിച്ച മനുഷ്യരുടെ കാര്യമെല്ലാം പറയേണ്ട ആവശ്യമുണ്ട് എന്ന് ചോദിക്കുകയാണ്. ബ്രഹ്മാവിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങേക്ക് മാത്രമേ. ഏക ഈശ്വരൻ, അതാണ് ശ്രീഹരി. ആയതിനാൽ ആത്മാവിനെ വിട്ട് 44 പ്രയോജനമില്ലാത്തതും വാസ്തവത്തിൽ ഇല്ലാത്തതും ഭ്രമത്താൽ മാത്രം പ്രതിഭാസിക്കുന്നതുമായ ദേഹത്തെ വിട്ട്, അതുകൊണ്ട് എനിക്ക് ഈ ദേഹത്തെപ്പറ്റി പേടിയൊന്നുമില്ല. ഞാനിങ്ങനെ രക്ഷപ്പെടാൻ പോവുകയാണ്. രക്ഷപ്പെട്ടാലും എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ ദേഹമല്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാവാണ്. എനിക്കോ ജീവൻ ആധാരമായ നിൻ തിരുവടിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഞാൻ പ്രളയം നടക്കുമ്പോൾ അങ്ങനെയാണ് ശരണം പ്രാപിക്കുന്നത്. അതുവഴി ഞാൻ ഇഷ്ടപ്പെട്ട എല്ലാം അങ്ങയിൽ നിന്നും പ്രാപിക്കും. അങ്ങനെയുള്ള ഞാൻ അങ്ങയെ ആശ്രയിച്ചാൽ എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ സാധിക്കും. അന്ന് എൻ്റെ കൂടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്താ പേടിക്കാൻ. ഇനി 45 ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, സ്ഥിതി, പ്രളയം കാരണമാകുന്ന സത്വരജോ തമോ ഗുണങ്ങൾ മായാൽ ഭവാൻ തന്നെ ധരിക്കപ്പെട്ടത്. അങ്ങ് തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണം. അത് ഏതിലൂടെയാണ് നടത്തിയിരിക്കുന്നത്? സത്വരജോ തമോ ഗുണങ്ങളാൽ. ഭഗവാൻ തന്നെയാണ് മായയിലൂടെ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത്. ആ ഭഗവാൻ തന്നെയാണ് മനുഷ്യർക്ക് മോക്ഷ കാരണവുമായി തീരുന്നത്. ആർക്കെങ്കിലും മോക്ഷം ലഭിക്കേണ്ടിക്ക് അതും ഭഗവാൻ വിചാരിച്ചാലേ മോക്ഷം ലഭിക്കും. ഇവിടെ അല്ലാത്തവർക്കെല്ലാം ഇവിടെ കിടന്ന് നരയിച്ചേ പറ്റൂ. ഉള്ള കർമ്മങ്ങൾ ജനിപ്പിക്കുന്നത് കർമ്മം ചെയ്യാനാണ്. അത് ചെയ്ത് തീർത്തിട്ട് പോയിക്കൊള്ളുക. മോശം കിട്ടടിക്കൽ അന്ന് തന്നെ തീരുമാനിക്കണം. ഇവൻ്റെ ജോലിയെല്ലാം തീർന്ന് എന്നാൽ പിന്നെ നീ പോടുക. മറ്റൊരു മൂർത്തികൾക്കും അതിനാവില്ല. അതായത് ബ്രഹ്മാവിനോ ശിവനോ ഇതൊന്നും ആർക്കും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അതേസമയം അവരിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നത്? മോഹവും ഭയവും എല്ലാമാണ് ഉണ്ടാകുക. അവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ മോഹവും ഭയവും എല്ലാം ഉണ്ടാകുക, അല്ലാതെ സമാധാനം ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല.
46. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ സാമർഥ്യമുള്ള ജനങ്ങൾ, അപ്പോൾ ശരിയായ സമർത്ഥരായ മനുഷ്യർ, ജ്ഞാനം തികഞ്ഞ മനുഷ്യർ, ഭവാനെയും ഭവാന്റെ അവതാരങ്ങളിൽ ശ്രേഷ്ഠമായ ഏത് നരസിംഹമൂർത്തിയെയും, അതുകൊണ്ട് ഈ ലോകത്തിൽ സാമർഥ്യമുള്ള ജനങ്ങൾ ഭവാനെയും ഭവാന്റെ അവതാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നരസിംഹമൂർത്തിയെയും സേവിക്കുന്നു. കാരണം ഭക്തന്മാർ സപ്തഗുണത്തിൻ്റെ ദേവനിലൂടെ അങ്ങാണ് സത്വഗുണത്തിൻ്റെ ദേവത. ബാക്കിയുള്ള രജോ തമോ ഗുണങ്ങളാണ് ബ്രഹ്മാവ് ശിവനല്ലോ. ശാന്തത ലഭിക്കണമെങ്കിൽ സത്വഗുണമുള്ള ഗുരുവിൽ ദൈവത്തെ ആശ്രയിക്കണം. ആരാണ്? ശ്രീഹരിയെ ആശ്രയിക്കണം. അപ്പോഴെന്താകും? ഭയരഹിതനാണ്. ഭയമുണ്ടെങ്കിൽ സത്വഗുണം കിട്ടില്ല. ശാന്തമായ മനസ്സ് കിട്ടണമെങ്കിൽ ഭയമില്ലാതാകണം. ഭോഗത്തോടു കൂടിയല്ലാത്ത ചിന്തയും, ഭോഗചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ രജോ ഗുണമായി, അതോടുകൂടി മനസ്സമാധാനം കിട്ടില്ല. അപ്പോൾ വിഷ്ണുവിനെ ശരണം പ്രാപിക്കും. വിഷ്ണുവിനെ പ്രാപിക്കണമെങ്കിൽ ഭോഗേച്ഛയില്ലാതിരിക്കണം, ഭയരഹിതനായിരിക്കണം, സത്വഗുണപ്രദനായിരിക്കണം, ആത്മാവോടുകൂടി ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നവനും ആയിരിക്കണം. ആത്മാവുമായിട്ട് ചേർന്നിട്ട് ആ ആനന്ദിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എത്തണം. 47. സർവജ്ഞനും അന്തരാമിയും സർവവ്യാപിയും സർവസ്വരൂപനും ശ്ലോകഗുരുവും നാരായണനും പരിശുദ്ധനും വാക്കുകളെ അടക്കിയവനും വേദമാർഗ പ്രവർത്തകനുമായ ഭഗവാന് നമസ്കാരം. പിന്നെ എല്ലാം ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയും തിരിയും സംഹാരവും എല്ലായിടത്തും ഉള്ളവനും സർവ്വവ്യാപിയും എല്ലായിടത്തും എല്ലാവരെയും നിയന്ത്രിക്കുന്നതായ ഭഗവാന് ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങാണ്. അങ്ങേക്ക് നമസ്കാരം. വൃഥാവായ ഇന്ദ്രിയങ്ങളോടുകൂടി ചുറ്റിത്തിരിയുന്ന ബുദ്ധിയോടുകൂടിയ മനുഷ്യർ, എന്നാലും മനുഷ്യരെന്ന് പറഞ്ഞാൽ വൃഥ തലതിരിഞ്ഞ ബുദ്ധിയുമായിട്ട് ലോകത്തിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. ചുറ്റിക്കറങ്ങുന്ന പല ആഗ്രഹത്തിൻ്റെയും പിന്നാലെ ഓടി ചുറ്റിക്കിടക്കുന്ന മനുഷ്യർ തൻ്റെ ഇന്ദ്രിയത്തെയും പ്രാണനെയും ഹൃദയത്തിൻ്റെയും വിഷയങ്ങളെയും നിയന്താവായിരിക്കുന്ന ഭഗവാനെ അറിഞ്ഞില്ലെങ്കിൽ, ഇങ്ങനെ ഭൗതിക സുഖങ്ങളിൽപ്പെട്ട് ബുദ്ധി എല്ലാം അതിൻ്റെ പിന്നാലെയായിട്ട് നഷ്ടം തിരിയുന്ന ജനങ്ങൾ, നമ്മുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്, നമ്മളെ നിയന്ത്രിക്കുന്ന ആ ശക്തിയാണ്, അതാണ് നമ്മൾക്ക് കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്ന സത്യം, ആ ഒരു ഭഗവാനെ അറിഞ്ഞില്ലെങ്കിൽ അവൻ വേദം ലഭിക്കുന്നത് വരെ അജ്ഞാനിയായിരിക്കും. ആ ജ്ഞാനം അറിഞ്ഞില്ലെങ്കിൽ അവൻ അജ്ഞാനിയാണ്. എന്നാൽ വേദജ്ഞാനം ലഭിക്കുമ്പോൾ അവൻ ഈ സത്യം മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വേദത്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ സത്യം മനസ്സിലാക്കുകയുള്ളൂ. എല്ലാത്ത ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ഈ സത്യം മനസ്സിലാവില്ല. നമ്മളെ എല്ലാം ആ ശക്തി തന്നെയാണ്, നാം തന്നെ ആ ശ്രീഹരിയാണ്. ആ ശ്രീഹരിയാണ് നമ്മളെ കൊണ്ട് ജയിക്കുന്ന കേടി എത്തണം എന്നല്ല അത് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ അത് എത്തിക്കുക തന്നെ ചെയ്യും. പ്രളയം നടന്നാൽ രക്ഷിപ്പിച്ചിട്ട് കൊണ്ടുവരും. ആത്മാവായ താങ്കളുടെ 49. ആത്മാവായ താങ്കളുടെ ദർശനം ഏതൊരു വേദത്താൽ ഉണ്ടാകുന്നു, അപ്പം വേദം ശരിക്ക് പഠിക്കുക. അപ്പോൾ ഈ സത്യം മനസ്സിലാവും. അപ്പം ഈ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ വ്യക്തി മാർക്കണ്ഡേയൻ വേദം മുഴുവൻ പഠിച്ച് പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കിയവനാണ്. അങ്ങനെയുള്ളവനാണ് രക്ഷപ്പെടുന്നത്. അങ്ങനെ പ്രളയ സമയത്ത് ജ്ഞാനം മുഴുവൻ തികഞ്ഞ അതിന് ഏത് ബുക്കെടുത്ത് കൊണ്ടുപോയാൽ മതി? വേദം പഠിച്ചു പോയാൽ മതി, വേദപണ്ഡിതരായാൽ മതി. ആ രക്ഷപ്പെട്ടു വരുന്നവരാണ് വേദങ്ങൾ പിന്നെ എഴുതി വച്ചിരിക്കുന്നത്. എന്നിട്ട് വേദത്താൽ ഉണ്ടാകുന്നുവോ ബ്രഹ്മാവ് മുതൽ പലരും സാഖ്യം യോഗം മുതലാവിയാൽ ശ്രമിച്ചിട്ടും വിഷയത്തിൽ മോഹം സംഭവിക്കുന്നുവോ? പലവരും ബ്രഹ്മാവ് തൊട്ട് പലവരും ഈ സാഖ്യയോഗമെല്ലാം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
പക്ഷേ വിഷയം വരുമ്പോൾ അവരതിൻ്റെ പിന്നാലെയായി പോകും. മന്മഥൻ ബാണുമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരതിൻ്റെ പിന്നാലെ വീഴുപോകും. ഇവ മാത്രം വീണിട്ടില്ല. മോഹം സംഭവിക്കുന്നു. അവരിൽ ഭേദഭാവം ശരീരാദികളിൽ ബുദ്ധിയെ ഉണ്ടാക്കുന്ന, അവരിലെല്ലാം ഭേദഭാവം ഉണ്ടാക്കുന്നതും ഈ ഒരവസ്ഥയിൽ അവരെ എത്തിച്ചിരിക്കുന്നതും അങ്ങയുടെ മായയാൽ തന്നെയാണ്. ഈ മനുഷ്യരെയെല്ലാം സത്യം മനസ്സിലാക്കാതെ മായയിൽ അകപ്പെടുത്തിക്കൊണ്ട് ബ്രഹ്മാവ് തൊട്ട് എല്ലാവരെയും, ശിവനായാലും ബ്രഹ്മാവായാലും എല്ലാവരെയും മായയിൽ അകപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ നടത്തിക്കുന്ന അങ്ങ് തന്നെയാണ്. അങ്ങയുടെ മായയിൽ തന്നെയാണ് ബ്രഹ്മാവ് തൊട്ട് ഇവരെല്ലാം ഇങ്ങനെ അങ്ങയുടെ അധീനതയിലായിട്ട് നിൽക്കുന്നത്. ആ അങ്ങയെ ഞാൻ വണങ്ങുന്നു. ബ്രഹ്മാവ് തൊട്ട് എല്ലാവരെയും അദ്ദേഹത്തിൻ്റെ മായയിൽപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന അങ്ങയെ ഞാൻ വണങ്ങുന്നു. പക്ഷേ ഞാനെന്തല്ല, ആ മായയിൽ ഞാൻ പെട്ടിട്ടില്ല. ഞാൻ എല്ലാ വേദജ്ഞാനവും മനസ്സിലാക്കി അങ്ങ് തന്നെയാണ് ഞാൻ എന്ന നിലയിൽ ചിന്തിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് വണങ്ങുന്നു. അപ്പോൾ അധ്യായം കഴിഞ്ഞു.